ഗൈസ്, ഇന്ന് ഞാൻ കേസ് ബേസ് സെനാരിയോൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെ കാണിച്ചു തരാനെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കേസ് ബേസ് സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ്സും അത് എന്തിനാണെന്നുള്ളതും കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്, ആവശ്യമുള്ളവർ പോയി കാണാം. ഓക്കെ, ഇതിൽ ജസ്റ്റ് കേസ് ബേസ് സെനാരിയോൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവണുള്ളൂ. അപ്പം ജസ്റ്റ് സ്റ്റൈൽ നോക്കാം, മനസ്സിലാക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ തുടങ്ങുന്നത്, അതായത് ഗ്രീൻ ലീഫ് ബീവറേജ് കമ്പനി എന്നെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ കുറച്ച് ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അടിയിലേക്ക് വരികയാണെങ്കിൽ GBC കളക്ട്സ് 50% ഓഫ് ദി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, യൂസിങ് ASC 606, അതായത് ഫസ്റ്റ് ലൈനിൽ ലാസ്റ്റിലേക്കാണ്. അറേഞ്ച് ദി ഫോളോയിങ് 5 steps ഓഫ് റവന്യൂ റെക്കഗ്നീഷൻ ഇൻ ദി കറക്റ്റ് ഓർഡർ ബൈ നമ്പറിങ് ദം ഫസ്റ്റ് ത്രൂ 5th. നമ്പറിങ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അത് ഓപ്ഷൻസ് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഇങ്ങനെ ABCD കൊടുത്തിട്ടുണ്ട്. സീക്വൻസ് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഓപ്ഷൻസിനെ ഓർഡർ ചെയ്യാന്നാണ് പറയുന്നത്, ആ റിക്വയർമെൻറ്റിൽ പറഞ്ഞത്. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഈ ഫസ്റ്റ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്പേസ് ഇല്ലേ, അപ്പോൾ ഫസ്റ്റ് ഏതാണോ വരിക, ഈ ABCDയിൽ ഏതാണോ വരിക, അപ്പോൾ B ആണ് ഇതിൽ വരിക. അപ്പോൾ Bന്ന് ജസ്റ്റ് റൈറ്റിൽ എഴുതിയാൽ മതി. ആ ഫസ്റ്റിൻ്റെ നേരെ B എഴുതാം. സെക്കൻഡിൽ E ആണല്ലോ വരിക, അപ്പോൾ സെക്കൻഡിൽ നേരെ E എഴുതാം. ദാറ്റ്സ് ഓൾ. അതാണ് നമ്പറിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റൈലിലേക്ക് നോക്കാം. GBC is deciding whether to implement a flexible budget. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂ. ഓക്കെ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഈച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് ഇവിടെ. ഓക്കെ, അതായത് സ്റ്റാറ്റിക് ബജറ്റ് നമ്മൾ കാറ്റഗറീസിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ബജറ്റ് ഉണ്ട്, ഫ്ലെക്സിബിൾ ബജറ്റ് ഉണ്ട്. ഓപ്ഷൻസ് അവിടെ നിരത്തി കൊടുത്തിരിക്കുന്നത്. ഈ ഓപ്ഷൻസിൽ സ്റ്റാറ്റിക് ബജറ്റായിട്ട് കണക്റ്റ് ആവണ ഇത് ഏതൊക്കെയാണോ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണോ, അത് സ്റ്റാറ്റിക് ബജറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഫ്ലെക്സിബിൾ ബജറ്റായിട്ട് ബന്ധപ്പെട്ട് ഫ്ലെക്സിബിൾ ബജറ്റിൻ്റെ സ്പേസിലേക്കും ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡ്രോപ്പ് ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പാണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റൈൽ. ഇനി മൂന്നാമത്തെ സ്റ്റൈലിലേക്ക് പോകാം. അതായത് ഫസ്റ്റ് ലൈനിൻ്റെ ലാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓൺലി ന്യൂമറിക്കൽ എമൗണ്ട്, സെലക്ട് ഫേവറബിൾ F ഓർ അൺഫേവറബിൾ U ഫോർ ഈച്ച്. ദാറ്റ്സ് ഓൾ. അതായത് ഇവിടെ ആൻസറിൻ്റെ ഭാഗത്ത് കൊടുത്തിങ്ങനെ വേരിയൻസ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ വേരിയൻസ്, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, ഫേവറബിൾ ഓർ അൺഫേവറബിൾ F ഓർ U. അതായത് നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ വെച്ചിട്ട് എന്താണ് ആദ്യം ടോട്ടൽ റവന്യൂ വേരിയൻസ് കണ്ടുപിടിക്കും, എന്നിട്ട് ആ എമൗണ്ടിൻ്റെ ഭാഗത്ത് കറക്റ്റ് ആ എമൗണ്ട് മാത്രം എഴുതും. ഫേവറബിൾ ആണെങ്കിൽ F എന്ന് എഴുതും, അൺഫേവറബിൾ ആണെങ്കിൽ U എന്ന് എഴുതും. ദാറ്റ്സ് ഓൾ. അതേപോലെ അത് 3 ചെയ്യും. ഇനി അടുത്ത സ്റ്റൈലിലേക്ക് പോകും. നാലാമത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇതാ ഫസ്റ്റ് ലൈൻ്റെ ലാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആൻസർ ദി 2 questions ബിലോ. ടൈപ്പ് യുവർ ആൻസേഴ്സ് ആസ് ഹോൾ നമ്പേഴ്സ് ഓൺലി. ഹോൾ നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ 4A എന്നുള്ള ഭാഗത്ത് ഇതാ വാട്ട് ഈസ് ദി ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് അണ്ടർ മെത്തേഡ് A. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ്സ് ഇൻ യൂണിറ്റ്സ് കണ്ടുപിടിക്കാം. ജസ്റ്റ് ആ യൂണിറ്റ്സ് ഇല്ലേ, ബ്രേക്ക് ഇവൻ പോയിന്റ് എത്രയാണോ, പോയിന്റ് ഇൻ യൂണിറ്റ്സ് എത്രയാണോ, ആ ഹോൾ നമ്പേഴ്സ് അവിടെ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ. അതേപോലെ അടിയിൽ ക്വസ്റ്റ്യൻ 4Bക്കും ടൈപ്പ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അടുത്ത 5ാമത്തെ ടൈപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് GBC is evaluating the leverage implications of choosing method A or method B. Which of the following statement is most accurate? ഏതാണ് മോസ്റ്റ് അക്യുറേറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് അവിടെ ആൻസറിൻ്റെ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് നേരത്തെ കൊടുത്തിട്ടുള്ളെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ സ്പേസ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മിക്കവാറും സെലക്ട് ചെയ്യുക എന്നുള്ള രീതി ആയിരിക്കാം. ഓക്കെ, പിന്നെ അടുത്തെന്താണ് 6th മോഡൽ എന്ന് പറയുന്നത് അതായത് ഈ പാരഗ്രാഫിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ നോക്കുക. വിച്ച് 2 ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ് GBC's പ്രൈസിങ് അപ്രോച്ച് അക്രോസ് ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. സെലക്ട് 2 ആൻസേഴ്സ്. അപ്പോൾ 2 ആൻസർ, അതായത് ആ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റിൽ ചോദിക്കുന്ന 2 ആൻസർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് സെലക്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റൈൽ വരുന്നത് എന്നുള്ളതാണ്.